Welcome to Super Prime Time Live Show 3 in 1 powered by Thai Express Cargo. ആൻഡ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ. നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ വഴിയെ പറഞ്ഞു തരാം. അതിനു മുമ്പേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഞങ്ങളെ വിളിക്കണം. വിളിക്കേണ്ട നമ്പർ എന്താണ്? 0423824991. അങ്ങനെ അവസാനം ഞാൻ നമ്പർ പഠിച്ചിരിക്കുന്നു. ഞാൻ എന്തായാലും മറന്നിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതെ. സോ ഇന്ന് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത് ഞാൻ ഷജീല, ഞാൻ പെനീന. അപ്പൊ എന്തായാലും ഞങ്ങള് ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ് അല്ലെ? അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് തിങ്കളാഴ്ചയായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഓണത്തിന്റെ ഒക്കെ പൊടിപൂരമായിട്ട് എല്ലാവരും ആഘോഷങ്ങളൊക്കെ തുടങ്ങി. ഫോട്ടോഷൂട്ടിന്റെ ബഹളമാണ് എല്ലാവരും. അതെ. ഇനിയിപ്പോ അങ്ങനെ 6 മാസം വരെ നമ്മളിങ്ങനെ സെലിബ്രേഷൻ ആണല്ലോ. ഈ ഓണം തുടങ്ങിയ ശേഷമുള്ള ഫസ്റ്റ് 3 in 1 ആണല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് വിഷ് ചെയ്താലോ? നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ വകയും അതുപോലെ നമ്മുടെ UBL ചാനലിന്റെ വകയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ. അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എല്ലാവർക്കും. എനിക്കറിയാം കഴിഞ്ഞ ആഴ്ച തൊട്ട് എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു തുടങ്ങി കാണും. എല്ലാവരും നമുക്ക് മെയിൻ ആയിട്ട് സാരി, സദ്യ, അതെ. അപ്പം അതൊരു ഇത് തന്നെയാണ്. ഹലോ, ഗുഡ് ഈവനിങ്. നമ്മുടെ ചേട്ടനാണ്. എന്റെ മൈക്ക് അത്ര ശരിയില്ല കേട്ടോ, കേൾക്കണില്ല ചെറുതായിട്ട്. ഹലോ ചെറുതായിട്ട് കേക്കാം. പിന്നെ എന്തൊക്കെ വിശേഷം? ഓണായിട്ട് എവിടെ വരായി ഓണാഘോഷം? അത് പറയൂ. ഓണം ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം വരെ എത്തിയിട്ടുണ്ട്. 1 കിലോമീറ്റർ ദൂരെ എത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഓൾറെഡി അവിടെ ചാടി. ഞങ്ങൾ ഓൾറെഡി 1-2 സദ്യ കഴിച്ചു. എന്താ എത്ര ഇത് ലേറ്റ്? ഇല്ല, ഞാൻ കംപ്ലീറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 8 വർഷത്തിന് ശേഷം നാട്ടിൽ ഓണം കൂട്ടാം. എപ്പോഴാ പോന്നേ? ഞാൻ ഫ്രൈഡേ നൈറ്റ് പോകും. അടിപൊളി. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം 8 വർഷത്തിനായിട്ട് എന്തൊക്കെയാണ് ആഘോഷിക്കാൻ വെച്ചേക്കുന്നത്? എല്ലാ ഫ്രണ്ട്സിനെയും കാണുന്നു, അതോ ഫാമിലി ആണോ, എങ്ങനെയാണ്? ഇത് ഓണം ഫാമിലി ആയിട്ട്, ബാക്കി അവൈലബിൾ ഫ്രണ്ട്സിനെയൊക്കെ അവിടെ ചെന്നിട്ട് അവരുടെ സൗകര്യം പോലെ. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ പോകുമ്പോഴല്ലോ, നാട്ടിലുള്ളവർക്ക് സമയം ഉണ്ടാവില്ല. ഏറ്റവും വലിയ ഒരു വിഷമം. പക്ഷെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ടാണ്. നമ്മളിപ്പോ 8 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ആഘോഷിക്കുക എന്ന് പറയുമ്പോ, അതും ഫാമിലിയുടെ കൂടെ ആഘോഷിക്കുക എന്ന് പറയുമ്പോ ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് ആ കാര്യത്തില്. അതെ. അപ്പം എന്താ പേരെന്ന് പറഞ്ഞേ? സ്വന്തം ചേട്ടന്റെ പേര് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അല്ലല്ല, എനിക്ക് ആക്ച്വലി ഞാൻ ആദ്യം ശശിയേട്ടനാന്ന് വിചാരിച്ചു. ശശിയേട്ടൻ അല്ല, പിന്നെ എനിക്ക് മനസ്സിലായി ആ പേഴ്സൺ. അല്ല, സീരിയസ് ആയിട്ട് എന്താണ് ഈ മാധുര്യമുള്ള ശബ്ദത്തിന്റെ ഉടമസ്ഥന്റെ പേര്? പറഞ്ഞോളൂ. ഞാൻ തന്നെ എന്നെ വിളിക്കുന്ന പേരാണ് സുരേഷ് കുമാർ. ഇപ്പൊ മനസ്സിലായി. നമ്മുടെ പഴയ വിമൽ കുമാർ. അത് ശരി. അപ്പൊ നാട്ടിൽ എവിടെയെന്നാ പറഞ്ഞ? അന്നാള് പറഞ്ഞിരുന്നു, മറന്നുപോയി. നാട്ടില് തിരുവനന്തപുരം. ഓക്കെ. അപ്പം ആക്ച്വലി സുരേഷ് കുമാറിനെ കാളും സ്പെഷ്യൽ ഇപ്രാവശ്യം വീട്ടുകാർക്കായിരിക്കും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകുന്നതിന്റെ അല്ലേ? അവിടെ ഓൾറെഡി ഇടയ്ക്ക് നാട്ടിൽ പോയിട്ടുണ്ട്, പക്ഷെ ആഘോഷിക്കുന്നത് അത് അവർക്കായിരിക്കും കൂടുതൽ സ്പെഷ്യൽ. ഇതിലേക്ക് നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഓഗസ്റ്റിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു ഗെറ്റ് ടുഗദർ പോയിട്ട് വന്നു. പോയിട്ട് വന്നു ഇപ്പം. പക്ഷെ ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഓണം നാട്ടിൽ 8 വർഷമായി കൂടി. അതാ പറഞ്ഞത്, അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. എന്തായാലും ചേട്ടാ അവിടെ അടിച്ചങ്ങോട്ട് പൊളിക്കണം. എന്നാണ് തിരിച്ചു വരിക? പോയിട്ട് ഒരുപാട് നാളുണ്ടോ അവിടെ? എനിക്ക് 2 ആഴ്ച. ഞാൻ ഒക്ടോബർ 3 തിരിച്ചു വരും. തിരിച്ചു വരുമ്പോഴേ ഞങ്ങക്ക് തിരുവനന്തപുരത്ത് ബോളി കൊണ്ടുവരണം. ബോളി അല്ലേ? തീർച്ചയായിട്ടും. അവിടെ ബോളി ഭയങ്കര ഫേമസ് അല്ലേ നിങ്ങളെ ട്രിവാൻഡ്രത്ത്? ബോളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഒരു കടയില്ലേ ഭയങ്കര ബോളിക്കായിട്ട് സ്പെഷ്യലി അറിയപ്പെടുന്ന ഒരു കടയുണ്ടല്ലോ? എനിക്കൊരു 3-4 കടയുണ്ട്. ഒന്ന് മഹാ ചിപ്സ് എന്ന് പറഞ്ഞിട്ട് ഗണപതി ഹോളിന്റെ പുറയിലൊന്നുണ്ട്. പിന്നെ ഇപ്പൊ വന്നിട്ട് പൂജപ്പുര ഒരു മഹാലക്ഷ്മി ബോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ 1-2 കടയും കൂടെ പുതുതായിട്ട് തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ എല്ലാ കടയിൽ നിന്ന് ഓരോരോ പാക്കറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റുഡിയോ വന്നിട്ട് ഞങ്ങളുടെ പേര് ചോദിക്കണം. മാത്രം ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. എന്തോ ബോളിയുടെ കാര്യത്തിൽ മാത്രം ഒരു ഗ്യാരണ്ടി. അതെന്താ അങ്ങനെ? കൊണ്ടുവരും. പക്ഷെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു സാധനം ഇരിക്കുന്നുണ്ടല്ലോ, കൂടെ ബോളി കഴിക്കാൻ പറ്റും. അത് എത്ര കഴിച്ചാലും മതിയാവില്ല. അതെ. പായസം ഇങ്ങനെ എന്താണ് ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറി? എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടം ഇഞ്ചിക്കറിയാ. ട്രിവാൻഡ്രം സ്റ്റൈല് സാമ്പാറുണ്ട്. ശരി. അതെന്താ വ്യത്യാസം?
അത് ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് ആണ്. ട്രിവാൻഡ്രം സദ്യ സാമ്പാർ എന്നൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു വേറെ കേരളത്തിന്റെ ഒരു ഭാഗത്തും അത് ആ ഒരു രുചിയിൽ കണ്ടുകിട്ടിയിട്ടില്ല. അത് ശരി. അത് കഴിച്ചിട്ടില്ല. ട്രിവാൻഡ്രം സദ്യ കഴിച്ചിട്ടുണ്ടോ? ഇല്ല സദ്യ കഴിച്ചിട്ടുണ്ടോ? ട്രിവാൻഡ്രം സദ്യ കഴിച്ചിട്ടില്ല. തിരുവനന്തപുരം സദ്യ കഴിക്കും. തിരുവനന്തപുരം സദ്യ സാമ്പാറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അത് ശരി. അപ്പൊ എന്തായാലും ഇതെല്ലാം കൂട്ടും കേട്ട് ലാസ്റ്റ് അതിനകത്തൊരു ശർക്കര ഇടും സാമ്പാറില് ചെറിയൊരു മധുരവും എരിവായിട്ടുള്ള ഒരു ടേസ്റ്റ്. ഞാൻ എന്നെ കെട്ടിച്ചോണ്ട് പോയത് ട്രിവാൻഡ്രത്താണ്, പക്ഷെ ഞാൻ ഇതുവരെ ട്രിവാൻഡ്രത്ത് നിന്ന് സദ്യ കഴിച്ചില്ല. എന്നിട്ട് എന്ത് കാര്യം അവിടെ നിന്ന് സദ്യ കഴിച്ചില്ല? അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇനി സദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ പോകുന്നതായിരിക്കും. ഈ സാമ്പാർ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ കിട്ടണം, അത് വിടരുത്. ഓക്കെ ഡാണ്. എന്തായാലും അതിന് വേണ്ടിട്ട് പോകുന്നതായിരിക്കും. അത് അടുത്ത് തന്നെ അതിനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ശരി, അങ്ങനെ തന്നെ വരട്ടെ. എനിക്കത് അത് കേൾക്കാൻ വേണ്ടി ഞാനും ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റട്ടെ. എന്തായാലും നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ 3-1 വിളിച്ചതിൽ വളരെ സന്തോഷം സുരേഷ് കുമാർ. അതെ, ഞാൻ ഈയിടെയായിട്ട് നിരന്തരം വിളിച്ചിട്ട് അങ്ങോട്ട് തോൽവി സമ്മതിക്കാറുണ്ട്. എങ്ങനെ നിരന്തരം വിളിച്ച് തോൽക്കാറുണ്ട്. അത് കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഇന്ന് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഒരു റിമൈൻഡർ കൂടി, നാട്ടിൽ നിന്ന് വരുമ്പോ ബോഡി കൊണ്ടുവരണം. ഓക്കെ, തീർച്ചയായിട്ടും ബോഡി കൊണ്ടുവരാം. ഓക്കെ. അപ്പൊ പിന്നെ എന്നാ പ്രോഗ്രാം വരികയെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം അവിടുത്തെ നിഷാദും ടീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോളിക്കുത്തിയന്മാരാ. അവർക്കൊന്നും കൊടുക്കണ്ട. ഇവിടെ വന്നിട്ട് പെണ്ണിന് ഷെഡ്യൂൾ ഉണ്ടോന്ന് ചോദിക്കാം. ഈ ആശാന്മാരൊക്കെ എപ്പോ തീർത്തെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കരുത്, അബദ്ധത്ത് പോലും കൊടുക്കരുത്. ഞങ്ങളുടെ പേര് തന്നെ ചോദിക്കണം കേട്ടോ. വേറൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്. നിങ്ങളുടെ പേരിൽ ഞാൻ കൊറിയർ അയക്കാം. അതും കൊള്ളാല്ലേ. ചേട്ടൻ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? ഞാൻ ഇവിടെ ദുബായിലാണ്. ദുബായിൽ എവിടെയാ? കിസൈസ്. അത് അടുത്താണ്. നമുക്ക് എപ്പോഴായാലും കണ്ടായാലും നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നേയുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ കളി തുടങ്ങിയാലോ നല്ല ഐശ്വര്യത്തോടെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ വീലിനോട് പറഞ്ഞിരിക്കുകയാണ് സ്റ്റാർട്ട്. ഓക്കെ. കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതെ, സ്റ്റോപ്പ് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദ ടോപ്പിക് ഈസ് മൂവീസ് ആണ് കേട്ടോ. മൂവീസ് ആണോ? പിന്നെ എപ്പോഴും കുഴി കൊണ്ട് അടിക്കുന്ന സാധനം. അയ്യോ, മൂവീസ് എളുപ്പല്ലേ. ഓക്കെ, ഇന്ന് എന്തായാലും നോക്കട്ടെ ജയിക്കാൻ പറ്റുമെന്ന്. പാവം എന്നും നിരന്തരമായിട്ട് തോറ്റോണ്ടിരിക്കുന്ന പറഞ്ഞത്. അതെ, ഇന്നെന്തായാലും ജയിക്കട്ടെ ദൈവമേ. നോക്കട്ടെ എന്താണ്. ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ തിരക്കഥാകൃത്ത്. ദേശീയ പുരസ്കാരം നേടിയ ആദ്യത്തെ തിരക്കഥാകൃത്ത്. എനിക്ക് അറിഞ്ഞൂടോ. എസ്.എൻ. പുരം സദാനന്ദൻ. ഞാന് തോപ്പിൽ ബാസി എന്ന് പറയും. തെറ്റിയത് ശരിയായത്. ഓക്കെ, ആയിക്കോട്ടെ. എന്നാ ഓപ്ഷൻ ബി തോപ്പിൽ ബാസിയെ നമുക്ക് പിടിച്ച്. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണനും അല്ല, എസ്.എൻ. പുരം സദാനന്ദനും അല്ല. ആ സമയത്ത് ആ തുടക്ക സമയത്ത് ഫേമസ് ആയിട്ട് തോപ്പിൽ ബാസിയുടെ ഏതൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തായാലും തെറ്റിപ്പോയി. ആദ്യത്തെ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം നോക്കി. ഇനി നാട്ടിൽ പോയിട്ട് ആരോഗ്യമൊക്കെ സദ്യയൊക്കെ കഴിച്ച് നല്ല പോലെ ആഘോഷമാക്കിയിട്ട് തിരിച്ചു. എന്നിട്ട് നമുക്ക് ജയിക്കാം കേട്ടോ. നാട്ടിലെല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം, ഓണാശംസകളും പറയണം കേട്ടോ. ഓണാശംസകൾ ഇൻ അഡ്വാൻസ്. താങ്ക് യു. ഹാപ്പി ജേർണി. ടീമിന് എല്ലായിടത്തും പറഞ്ഞോളൂ. എല്ലാവരോടും പറഞ്ഞേക്കാം. സുരേഷ് ചേട്ടന് ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണാശംസകൾ കേട്ടോ. എല്ലാ UBL. ഓക്കെ, ശരി. ചേട്ടൻ എല്ലാ UBL പ്രേക്ഷകർക്കും അതുപോലെ തന്നെ UBL ഉള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതെ, അതുപോലെ നമ്മുടെ സുരേഷ് ചേട്ടന്റെ ഓണം അടിപൊളി ആവട്ടെ. കോളർ ഉണ്ടോ? അത് ഐ തിങ്ക് ഡിസ്കണക്ട് ആയിപ്പോയി. നോ പ്രോബ്ലം. ഇന്നത്തെ നമ്മുടെ ഈ ഷോയില് ഒരു സ്പെഷ്യാലിറ്റി ഇല്ലേ പിന്നെ? അതെ, സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മള് ഇന്ന് ജയിക്കുന്ന ആൾക്ക് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെ, അതായത് സേറാസ് ഫാഷൻ എന്ന് പറഞ്ഞ നമ്മുടെ കിസൈസിലെ പിന്നെ ഷേഖ് കോളനിയിലുള്ള സേറാസ് ഫാഷൻ 20 വർഷമായിട്ട് അവരിവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ 20th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ആ സന്തോഷം നിങ്ങളുടെ കൂടെ കൂടി പങ്കുവെക്കുകയാണ്. സോ ഇന്നത്തെ കോളറിൽ ഒരു ലക്കി വിന്നറിന് എന്താണ് പിന്നെ അവർ കൊടുക്കാൻ പോകുന്നത്? ഓണം ഗിഫ്റ്റ് ആണ്. ഒരു സെറ്റും മുണ്ടുമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ചാൻസ് നിങ്ങൾ കളയരുത്. സേറാസ് ഫാഷൻ അവരുടെ ഒരു 20ാം വർഷം അല്ലെ, 20ാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു കാലയളവില് നിങ്ങൾക്കായിട്ട് അവരൊരു ഗിഫ്റ്റ് തരികയാണ്. നിങ്ങൾ വിളിച്ച് നമ്മളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൽ ആരാണോ ലക്കി വിന്നർ അവർക്കായിട്ട് നമ്മൾ തരാൻ പോകുന്നത്, അതായത് സേറാസ് ഫാഷൻ തരാൻ പോകുന്നത് ഒരു അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു സെറ്റും ഉണ്ട്. അത് നിങ്ങൾ ആയിക്കോട്ടെ വിന്നർ. പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുക അല്ലെ. അതെ,
അപ്പൊ വിളിക്കേണ്ട നമ്പർ 0423824991. ആരും മിസ് ചെയ്ത് ഞങ്ങൾ 8:30 വരെ മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടാവൂ. എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ടിരിക്കുക. ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക അല്ലെ? അതെ. ഷെജി ഓൾറെഡി ഓണാഘോഷം തുടങ്ങി കഴിഞ്ഞു. ലാസ്റ്റ് വീക്ക് ഞാൻ കണ്ടിരുന്നു ഇങ്ങനെ എല്ലാവരുമായിട്ട് ഓണാഘോഷിക്കുന്നത്. കുറച്ചൊന്ന് വണ്ണം വെച്ച പോലെ പായസം 3 ഗ്ലാസ് വണ്ണം വെച്ചു. 3 ഗ്ലാസ് പായസം ഞാൻ കുടിച്ചു. നിനക്ക് ഈ പായസം ഒരു വീക്ക്നെസ് ആണ്. പിന്നെ ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പം എല്ലാരെയും ഓണസദ്യയൊക്കെ ഒരുക്കുമ്പോ ഞങ്ങളുടെ കൂടി ഇൻവൈറ്റ് ചെയ്യാ അല്ലെ? പിന്നെ ഇന്നത്തെ ഡേക്കില്ലേ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. പറഞ്ഞോളൂ. ഇന്നത്തെ ഡേറ്റ് എന്തുവാ അത് പറ. ഇന്ന് 9 ആണോ? 9 ആണല്ലോ. 9 9 അല്ലേ? അതെ 9. കൃത്യം പറഞ്ഞ 15 വർഷം മുമ്പ്, അതായത് 2009 സെപ്റ്റംബർ 9 ആയിരുന്നു നമ്മുടെ ദുബായ് മെട്രോ ട്രാൻസ്പോർട്ടേഷൻ ഓപ്പറേഷണലായി തുടങ്ങിയത്. അപ്പം അത് ഒരു പ്രത്യേക ടൈമിലായിരുന്നു. 999 അതായത് 9 മണി 9 മിനിറ്റ് 9 സെക്കൻഡ് എല്ലാം 99. അതെ, 999 അന്ന് കൃത്യം 999 എന്ന ടൈമിലായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് നമ്മുടെ നോൾ കാർഡ് ഉണ്ടല്ലോ അത് ടാപ്പ് ചെയ്തിട്ടായിരുന്നു അതിന്റെ ഇനോഗ്രൽ ഫംഗ്ഷൻ. അപ്പൊ അത്രയും ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് നമ്മുടെ ദുബായ് മെട്രോ, യു നോ ഹൗ എക്സലന്റ് ഇറ്റ് ഇസ് അല്ലെ, ആൻഡ് ഹൗ കൺവീനിയന്റ് ഇറ്റ് ഇസ്. ഓപ്പറേഷണൽ ആയാലും എത്രമാത്രം അവർക്ക് എന്തെല്ലാം ഫീസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്ന ഒരു സംഭവം കൂടിയാണ് അത്. ഇന്നത്തേക്ക് 15 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സൂപ്പർ അല്ലെ? അപ്പൊ എന്തായാലും മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 15 ഇയേഴ്സ് ആകുകയാണ്. അപ്പം ദാറ്റ്സ് എ ഗുഡ്, എന്തായാലും നല്ലൊരു ന്യൂസ് കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ അറിയാത്തവർക്കൊക്കെ അത് ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. അതായത് വാട്ട് ഈസ് ഫാസിനേറ്റിംഗ് ഇസ് ആ 99 നമ്പേഴ്സ് വെച്ചിട്ടുള്ള കളിയല്ല. 9 o'clock 9 minutes and 9 seconds. അതുമല്ല, വേറൊരു പ്രത്യേകത, നമ്മുടെ സെപ്റ്റംബർ 3 നമ്മുടെ ഷെജിയുടെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആലിഫ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ആളുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. പക്ഷെ ആ മോക്ക് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഞാനിവിടെ പറയാണ്. കാരണം യെസ്, അപ്പൊ ആലിഫ് കുട്ടിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ തന്നെ സെപ്റ്റംബറിൽ ഒരുപാട് പേരുടെ ബർത്ത്ഡേ ഉണ്ട്. ഇന്ന് വേറൊരാളുടെ ബർത്ത്ഡേ കൂടിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നമുക്കൊരു ക്ലൂ കൊടുക്കാം. അതെ, അതല്ലേ ഏതാന്നറിയ ഇത് എന്താ പേര്? വിഷ്ണു വീടെവിടെയാ മനസ്സിലേ? നമ്മുടെ സ്വന്തം ബിജു മേനോന്റെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അപ്പൊ എനിക്ക് ബിജു മേനോനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒത്തിരി ഇഷ്ടം. ദ വേ ഹി ഡെലിവർ കോമഡി റോൾസ് അല്ലേ. കുറെ സീരിയസ് റോളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സോ കൂൾ അല്ലേ. ലാസ്റ്റ് സപ്പർ എന്താ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആണ്. പിന്നെ അതുപോലെ അല്ല ഈ ഇവിടെ ഗവി ആ സിനിമയുടെ പേരെന്തായിരുന്നു? മനസ്സിലായി, ഓർഡിനറി. അതില് പ്രേം നസീർ അല്ല, ഇവിടെ സിനിമ തിയേറ്ററിന്റെ പറയുമ്പോ പ്രേം നസീർ മരിച്ചത് ഇവർ അറിഞ്ഞിട്ടില്ല. പിന്നെ ആ ഒരു ഭാഷ സംസാരിച്ച പാലക്കാടൻ ഭാഷയുണ്ടോ അല്ലെ ആള് സംസാരിച്ചായിരുന്നു. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ബിജു മേനോൻ. ഇവിടെ നമുക്ക് കാണാൻ ഒരു അവസരം കിട്ടി. അതുപോലെ പഴയൊരു സിനിമയിലെ സംയുക്ത മേനോന്റെ കൂടെ ചെയ്ത മഴ എന്നുള്ള ഒരു റൊമാൻറ്റിക് മൂവി എന്ത് രസമായിട്ടാണ്. മൽഹാർ. പിന്നെ അതുപോലെ നമ്മുടെ ഇത് രാംജിറാവ് സ്പീക്കിംഗ് അല്ലല്ലോ, അതിന്റെ സെക്കൻഡ് പാർട്ട് ഏതായിരുന്നു? പേരൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ സ്പീക്കിംഗ്. അതില് എന്ത് ഹാൻസം ആയിരുന്നല്ലേ കാണാൻ. ഇവൻ നാവും മഹേന്ദ്ര വർമ്മ പില്ലർ ലുക്ക്. അപ്പൊ നമുക്ക് ഒന്ന് നന്നായിട്ട് വിഷ് ചെയ്താലോ നമ്മുടെ ബിജു ചേട്ടനെ, നമ്മുടെ യൂബിലിന്റെ വകയും നമ്മുടെ വകയും ഹാപ്പി ബർത്ത്ഡേ. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒരു എക്സെപ്ഷണൽ കേസാണ്. എത്ര ബർത്ത്ഡേ കഴിഞ്ഞാലും മൂപ്പർ ഇങ്ങനെ ബാക്കിലോട്ടേക്ക് റിവേഴ്സ് ഏജിങ് ആണ്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് നമ്മുടെ മമ്മൂക്ക. കാരണം മമ്മൂക്ക ഓരോ ദിവസം ഇട്ട് വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയിക്കോട്ടെ, സ്റ്റൈൽ ആയിക്കോട്ടെ, യങ്സ്റ്റേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. കാരണം യങ്സ്റ്റേഴ്സ് അല്ല, നമുക്കാണ് ഇൻസ്പിറേഷൻ. എന്തെങ്കിലും ഓരോ ബർത്ത്ഡേ ചെയ്യുമ്പോൾ വിഷമാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് മമ്മൂക്കാൻ ഓർക്കും. എനിക്ക് തീരെ മമ്മൂക്കാനെ ഓർത്താൽ നമ്മൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. യങ് ആര് പറഞ്ഞാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും അല്ലേ. എന്തായാലും അടിപൊളി. ഒരുപാട് പേര് ബർത്ത്ഡേസ് ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓണമായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടി, അതാണ് ഞങ്ങളോട് വിളിച്ചു പറയേണ്ടത്. സദ്യയൊക്കെ ഓൾറെഡി കഴിച്ചോ? ലാസ്റ്റ് വീക്ക് തൊട്ട് കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പം ഈ ഒരാഴ്ച ഫുൾ അങ്ങനെ നീണ്ടു പോകുമോ, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ നമ്മളോട് വിളിച്ചു പറയണം. അതേപോലെ ഒത്തിരി മോൾസിലൊക്കെ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് ഓണം റിലേറ്റഡ് ആക്ടിവിറ്റീസും കോമ്പറ്റീഷൻസ് ഒക്കെ കാണാൻ പറ്റും. പിള്ളേർക്കുള്ള കോൺടെസ്റ്റും. ഇറ്റ്സ് എ ഫൺ സീസൺ അല്ലേ മൊത്തത്തിൽ.
അല്ലേ? അതെ. അതുപോലെ തന്നെ എന്താ മെയിൽ ഞാൻ ഈ മലയാളി മങ്ക അന്നാള് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ജസ്റ്റ് ഒന്നുകൂടെ പറയട്ടെ കേൾക്കാത്തവരുണ്ടെങ്കിൽ. നമുക്ക് മങ്ക എന്ന് വെച്ചാൽ സ്ത്രീ എന്നാണല്ലോ. നമ്മൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ മങ്ക എന്ന് പറഞ്ഞാൽ മങ്കി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഞങ്ങള് മെസ്സില് ഡിന്നർ ടൈമിന് പോകുമ്പോ അവിടെ മലയാളീസ് ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ധന്യാണ്. ധന്യ എവിടുന്നാ വിളിക്കുന്നത്? അബുദാബി. ധന്യ നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ധന്യയുടെ കോളോടെ ഞങ്ങൾ ധന്യമായിരിക്കുന്നു. താങ്ക് യു ധന്യ. നാട്ടിലെവിടെയാ? നാട്ടില് തൃശ്ശൂരാണ്. ആ തൃശ്ശൂരാണ് എന്ന് കേൾക്കാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഒരുപാട് നാളായോ അബുദാബിയില്? ഒരുപാട് നാളായി. വീട്ടിലാരൊക്കെയുണ്ട് ധന്യ? ഹസ്ബൻഡും മോളും. കുഞ്ഞുകുട്ടിയാണോ? ഹൗ ഓൾഡ് ഈസ് ഷീ? അല്ലല്ല, മോള് ഇപ്പൊ +1 പഠിക്കണം. ഇവിടെയാണോ അതോ നാട്ടിലാണോ? അല്ല, ഇവിടെ തന്നെ പഠിക്കണം. ഓക്കെ, അബുദാബി തന്നെയാ? അബുദാബി തന്നെ. അപ്പൊ ഒരുപാട് നാളായിട്ട് അബുദാബിയിലാണോ? അതെ, മോർ ദാൻ 18 years. ഓ, ദാറ്റ്സ് നൈസ്. അപ്പൊ ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യുന്നുണ്ടോ? വാട്ട് ഡു യു ഡു? ഇല്ല, ഹൗസ് വൈഫ് ആണ്. ഇപ്പം കൂടെ ഹസ്ബൻഡ് മോളുണ്ടോ? ഇല്ല. ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ്, മോള് ട്യൂഷനിലാണ്. ഇന്നലെ നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു ഓണം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട്, അതിന് പോയിരുന്നോ? ഇല്ല. അജ്മാനിൽ വെച്ചിട്ടായിരുന്നു. ഈണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ വർഷവും അവർ ചെയ്യുന്നതാണത്. ആണോ? ശരി. ഇല്ല, പോയിരുന്നില്ല. നോ പ്രോബ്ലം. എന്തായാലും ഇപ്രാവശ്യം ഓണത്തിന് പ്ലാൻ എന്തൊക്കെയാണ് ധന്യ? ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടൊന്ന് നമ്മളൊരു ഫാമിലി മീൻസ് ഓണത്തിന്റെ അതാണല്ലോ എല്ലാവരും ഒരു ആക്ച്വലി എല്ലാരും ഇവിടെ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ബന്ധുക്കളും നമ്മള് ഫ്രണ്ട്സും എല്ലാരും കൂടെ ഒരു കൂടലുണ്ട് അല്ലെ? അതിങ്ങനെ എല്ലാരും ചേർന്നിട്ട് എല്ലാവരും ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരും. എങ്ങനെയാണ് നിങ്ങളെ പതിവ്? അതെ, നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മളും ഞാനും കുറച്ച് കറി കൊണ്ടുവരും, അങ്ങനെ എല്ലാ ഫ്രണ്ട്സും കൂടിയിട്ട് അപ്പൊ അങ്ങനെ ഒരുമിച്ച് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വെച്ചു. കാരണം ചിലവർ എന്തെന്ന് വെച്ചാല് തലേദിവസം രാത്രിയൊക്കെ വന്നിട്ട് ഒരു വീട്ടിലേക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യും. കട്ടൊക്കെ ചെയ്ത് പിറ്റേ ദിവസം വന്ന് രാവിലെ പുലർച്ചയ്ക്ക് വന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യും. ചിലര് ഓരോ ഐറ്റം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും. അതെ, നമ്മൾ ഓരോ ഐറ്റംസ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. എന്താണ് ധന്യ ഉണ്ടാക്കുന്ന കറികളൊക്കെ? ഞാൻ ഉദ്ദേശിക്കുന്നത് മാമ്പഴപ്പുളിശ്ശേരി, അതുപോലെ തന്നെ എരിശ്ശേരി, പച്ചടി, ഇതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അടിപൊളി. എല്ലാം നല്ല കീ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. പായസം എത്ര ഉണ്ടാവും? എനിക്ക് അത് കിട്ടാ മതി. പായസം മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? അല്ല, 2 പായസമായിരിക്കും. 2 ശർക്കര പായസം. പാലട ഉണ്ടല്ലോ? പാലടയും പിന്നെ പരിപ്പ് പായസമായിരിക്കും. പരിപ്പ് പായസം അടപ്രഥമൻ ഉണ്ടാക്കുന്നില്ലേ? ഇല്ല, അടപ്രഥമൻ വേണ്ട. പാലട മതി. പാലടയും വായിൽ കൊതിയാണ്. പരിപ്പ് പായസം നല്ല രസമായിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലേ? എന്നാലും പാലട പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊള്ളാം. പിന്നെ സേമിയ പായസം. സേമിയ പിന്നെ നമ്മൾ ഇടക്കിടക്ക് കുടിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സേമിയ പായസം ധന്യ ഈ പാകിസ്ഥാനി സേമിയ പായസം കഴിച്ചിട്ടുണ്ടോ? പാക്കറ്റ് കിട്ടൂലേ, വളരെ തിന്നായിട്ടുള്ള? കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് നമ്മളൊരു നമ്മുടെ ആ മലയാളിക്ക് അതിലില്ലെങ്കിലും അതിനൊരു പ്രത്യേക സ്വാദില്ലേ? എനിക്ക് ആക്ച്വലി ഭയങ്കര തിന്നായൊരു നമുക്കത് നമ്മൾ നോർമലാണ് ഇഷ്ടം. കേരള തനിമയോടാണ് ധന്യക്ക് താല്പര്യം. ഓക്കെ ധന്യ, എന്റെ ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഹസ്ബൻഡ് ഹെല്ലിയ മെഡിക്കൽ സെന്ററിൽ. എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഡോക്ടറാണ്. ഏത് സ്പെഷ്യാലിറ്റിയാ? അല്ല, GP ആണ്. GP ആണ്. ജനറൽ ഡോക്ടർ പ്രാക്ടീഷണറാണ്. എന്താ ഹസ്ബൻഡിന്റെ പേര്? ശിവദാസൻ. ഇപ്പൊ കൂടെ ഇല്ല, വർക്കിലാണോ? അല്ല, ഡ്യൂട്ടിയിലാണ്. എവിടെയുള്ള ഹല്ലിയിലാണ്? അത് അബുദാബിയിലെ ഗയാത്തി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്. ശരി. ഓക്കെ, നെക്സ്റ്റ് ടൈം നമുക്ക് പറയാം. നമ്മള് ധന്യന്റെ ആൾക്കാരാന്ന് പറയാം. ഹസ്ബൻഡിനെ കാണുമ്പോഴേ ഡോക്ടർ ഞങ്ങളെ മനസ്സിലായില്ലേ? ധന്യയുടെ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. കൺസൾട്ടേഷൻ ഫീയോ? ഞങ്ങൾ ധന്യയുടെ സ്വന്തം ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ എന്താണ് മോളുടെ ആഗ്രഹം? എന്താണ് +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ? ആൾക്കും ഡോക്ടർ ആവാനാണോ താല്പര്യം? അച്ഛന്റെ പിന്നാലെ താല്പര്യം ഇല്ല. ഇല്ല അല്ലേ? അല്ല, ഈ ഡോക്ടേഴ്സ് കൂടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാ മക്കള് പറയും വേണ്ട. അതല്ല, കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പയും അമ്മയൊക്കെ ഇങ്ങനെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും മക്കളും അതുപോലോട്ട് പോകുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിനാണ് ട്രൈ ചെയ്യണത്. മോനുണ്ട്, മോൻ നാട്ടിലാണ് ഇപ്പൊ.
ശരി. വേറെ ഒരു മോനും കൂടി ഉണ്ട്? മോനുണ്ട്. മോൻ ഇപ്പൊ +2 കഴിഞ്ഞു. +2 വരെ ഇവിടെയായിരുന്നു. +2 നാട്ടിലുണ്ട്. ഇപ്പൊ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്നു. അത് ശരി. മോളുടെ താല്പര്യം എന്തിനോടാണ്? ലോയൊക്കെയാണ് താല്പര്യമായിട്ട് പറഞ്ഞല്ലോ. ഗുഡ്. അത് നല്ലൊരു സ്കോപ്പുള്ള സബ്ജക്ട് ആണ്. എന്തായാലും മോക്ക് ഇഷ്ടം ഏതാണോ അതിന് തന്നെ വിടണം. അതെ 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 അതെ. അത്രേ ഉള്ളു കാര്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മുടെ സദ്യ കഴിക്കുമ്പോ ചിലര് ട്വിസ്റ്റ് കൊണ്ടുവരും. ചിലപ്പോ സദ്യയുടെ സൈഡ് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാവും. അങ്ങനെയുള്ള പരിപാടികളുണ്ടോ? ഇല്ല 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 ഇല്ല. അങ്ങനെ എനിക്കൊന്ന് കൂടുതലും മലബാർ സൈഡ് ഞാൻ കാണാറുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുള്ള പരിപാടി. അല്ലല്ല, മലബാർ സൈഡ് പൊതുവെ എല്ലാരും ഞാൻ കാണാറുണ്ട്. അതായത് സദ്യന്റെ സൈഡിൽ ഒരു ചിക്കൻ ഫ്രൈയോ. അത് മെയിൻ ആയിട്ട് നമ്മ മമ്മിയൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്കൊരു മീൻകറിയും കൂടെ ഉണ്ടാക്കും. അതായത് മറ്റേ ചുമന്ന മീൻകറി ഇല്ലേ, അതും കൂടെ സൈഡിലുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. നമ്മളൊക്കെ അങ്ങനെ ശീലിച്ചാ. പക്ഷെ എന്നാൽ ഇപ്പൊ ഉണ്ടല്ലോ, എനിക്കിപ്പം ഫുള്ള് വെജിറ്റേറിയൻ ആയിട്ട് കഴിക്കാനും എനിക്ക് ഇഷ്ടമാണ്. കാരണം ആ ഒരു സദ്യ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതെ 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 അതെ. നമ്മളവിടെ പ്യുവർ വെജ് ആണ് ആക്ച്വലി. അതെ അതെ, അങ്ങനെ തന്നെയാ വേണ്ടേ. എനിക്ക് ദേഷ്യം വരും ചിക്കൻ ഫ്രൈ സൈഡിൽ വെച്ചാല്. ഞാൻ അന്നേരം ഈ നാഗവല്ലി ഗംഗയും ഗംഗ നാഗവല്ലിയായി മാറുന്ന പോലെ ഞാനിപ്പോ പ്യുവർ വെജിറ്റേറിയൻ ആണ്. എപ്പോഴും നാഗവല്ലി, അത് നിനക്കറിയില്ല? അത് നാട്ടിലറിയണ്ടല്ലോ. അപ്പൊ തന്നെയാ എങ്ങനെയാ കളിക്കണ്ടേന്നൊക്കെ അറിയാലോ നമ്മുടെ ഗെയിം. ഇല്ല, ആക്ച്വലി എനിക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി ഷോ വെച്ചത്. കുഴപ്പമില്ല, ഞങ്ങൾ പറഞ്ഞു തന്നിരിക്കും കേട്ടോ. എന്റെ അടുത്തൊരു വീല് കണ്ടോ? കണ്ടു. ഓക്കെ, ധന്യ സ്റ്റാർട്ട് പറയുമ്പോ ആ വീല് കറങ്ങി തുടങ്ങും. ഓക്കെ, ധന്യ സ്റ്റോപ്പ് പറയുമ്പോ ആ വീല് നിൽക്കും. നിന്ന് കഴിയുമ്പോ ഏത് ടോപ്പിക്കിലാണോ വന്ന് നിൽക്കുന്നത് അതിൽ നിന്ന് ഞങ്ങൾ 3 ചോദ്യം ചോദിക്കും. 3 ചോദ്യം. ആ ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര സെക്കൻഡ്സ് ആണ്? 20 സെക്കൻഡ്. 20 സെക്കൻഡ്സ് ആയിരിക്കും കിട്ടാം. അതെങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങളോട് ചോദിച്ച ഉടനെ ടൈമർ സ്റ്റാർട്ട് ആവും. ടിവിയിൽ കാണിക്കുന്ന ടൈമറും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കാരണം ഇതൊരു ലൈവ് ഷോ ആയതുകൊണ്ട് ചെറിയൊരു ലാഗ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ദ മൊമെന്റ് വി ആസ്ക് ടൈമർ സ്റ്റാർട്ട് ആവും. 3 ക്വസ്റ്റ്യൻസും കറക്റ്റായി ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സമ്മാനം കിട്ടുള്ളൂ. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ സേറാസ് ഫാഷൻ അവരുടെ ഒരു 20ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പം അവര് തരുന്ന ഒരു സെറ്റും മുണ്ടുമാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഓണം ഗിഫ്റ്റ് തന്നെയാണ് ധന്യ. അപ്പം എന്തായാലും ജയിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, അങ്ങനെ തന്നെ സ്റ്റാർട്ട് പറഞ്ഞിരിക്കുകയാണ്. സ്റ്റോപ്പ് പറയാൻ മറക്കരുത് കേട്ടോ. എന്താണ് ടോപ്പിക്? GK. ഓക്കെ, എളുപ്പമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. മോളുണ്ടോ അടുത്ത്? ഓക്കെ, എന്തായാലും ഞാൻ ചോദ്യം ചോദിക്കാം. പ്രാചീന രസതന്ത്രത്തിന് ആൽക്കെയിൻ എന്ന പേര് നൽകിയത്? ആൽക്കമി എന്ന പേര് നൽകിയത് ഏത് രാജ്യക്കാരെന്നാണ്? യൂറോപ്യൻസ്, അറബികൾ, റോമൻസ്? പെട്ടെന്ന് ടൈമർ സ്റ്റാർട്ടായി. റോമൻസ്. ഓക്കെ, റോമൻസ്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞല്ലോ. പ്രാചീന രസതന്ത്രത്തിന് ആൽക്കമി എന്ന പേര് നൽകിയത് വേറെ ആരുമല്ല, നമ്മുടെ ഈ നാട്ടിലേക്കുള്ള ആൾക്കാർ തന്നെ, അറബികൾ. തെറ്റിപ്പോയി ധന്യ. ഒട്ടും വിചാരിച്ചില്ല. പക്ഷെ കുഴപ്പമില്ല ധന്യ, ഇതൊരു സ്റ്റാർട്ട് മാത്രമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് തന്നെ വിളിക്കാം. എന്തായാലും ധന്യ മോളോട് പറ വിളിക്കാൻ. എന്നിട്ട് ധന്യ അടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മോൾ അടുത്തുണ്ടോ കേട്ടോ? മോളെ കൊണ്ട് ഒന്നുകൂടെ വിളിപ്പിക്കട്ടോ. ഓക്കെ ധന്യ, നൈസ് ടോക്കിംഗ് ടു യു. ബൈ ബൈ. ബൈ. ഓക്കെ, so that was Dhanya. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. കാര്യം പറയണം. ഓക്കെ, അപ്പം ഒരു കാര്യം തുടങ്ങി വെച്ചോണ്ടല്ലോ, സമാധാനമില്ല. അപ്പൊ ഞാൻ ഒന്ന് റിവേഴ്സ് കെയർ എടുത്ത് മുമ്പ് പറയാട്ടോ. അപ്പൊ നമ്മള് മങ്ക എന്ന് വെച്ച സ്ത്രീയാണ്. പക്ഷെ കർണാടകയിൽ മങ്ക എന്ന് പറഞ്ഞാൽ കൊരങ്ങാണ്, മങ്കി. അത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കർണാടകയിലാണ് പഠിച്ചത്. അപ്പൊ മെസ്സിൽ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മലയാളികളുണ്ട്, അതിലും കൂടുതൽ കന്നഡിഗാസ് ആണല്ലോ, കാരണം അത് കർണാടകയാണ്. അപ്പം കറക്റ്റ് ആൾക്കാർ ഇങ്ങനെ ചാനൽ മാറ്റുമ്പോൾ ഏഷ്യാനെറ്റിൽ എങ്ങാനും പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു മങ്ക എന്ന് പറഞ്ഞിട്ട്. മലയാളി മങ്ക അല്ലല്ല, സീരിയൽ മങ്ക. അപ്പൊ അതിലെന്താ ഹീറോയിനെ ഇങ്ങനെ കാണിക്കും, ഫോട്ടോ നല്ല അണിഞ്ഞൊരുങ്ങി. എന്നിട്ട് ടൈറ്റിൽസ് ആണ് മങ്ക മങ്ക മങ്ക. അത് വരലും എല്ലാരും കൂട്ടച്ചിരിക്കണം. അവർക്ക് എന്താ കൊരങ്ങേ 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 എന്ന് പറയുമ്പോ ഹീറോയിനെ ഇങ്ങനെ നിന്ന് കർണാടകയില് സുള്ളിയ. ഞാൻ ബാംഗ്ലൂർ, ഞാൻ KR പുരം തമ്പുചെട്ടിപ്പാലയിലാണ് ഞാൻ പഠിച്ചത്. കോൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് കണ്ടുമുട്ടിയില്ലടാ? ഹലോ ഹലോ. ശൈലമ്മ എവിടെ പോയത്? ലേറ്റ് ആയല്ലോ ഇന്ന്. ഞങ്ങളെ കണ്ടുപിടിച്ചു മൈക്രോസ്കോപ്പ് വെച്ചിട്ട്. എനിക്ക് സന്തോഷമായി. ശൈലമ്മ എന്നെ വിളിച്ച് അന്വേഷിച്ചു. അതാ എന്നെ ഇപ്പൊ കണ്ടിട്ട് എത്ര നാളായി. അതുകൊണ്ട് ഞാൻ വന്നതാണ്. എല്ലാരും എനിക്കും ഒന്ന് കേക്കണ്ടേ.
അത് ശരി. ശൈലം എന്നെ മിസ് ചെയ്ത് കണ്ടോ, എന്നെ 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 അന്വേഷിച്ചു. എനിക്ക് സന്തോഷായി. എന്തൊക്കെയാ കാണുമല്ലോ. ആ കണ്ടോ, നിന്നെ ഇടയ്ക്ക് കാണും, എന്നെ കണ്ടില്ല. അതെ അതെ കറക്റ്റ്, ശരിയാ. ഞാൻ ഒത്തിരി മിസ് ചെയ്തു പെനിനെ കൂടെ ഷോ ചെയ്യുന്ന പെനി. ഞാനും മിസ് ചെയ്തു. അതുകൊണ്ടല്ലേ ഞാൻ ഓടി എത്തിയിരിക്കുകയാണ്. ഈ ആഴ്ച തൊട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ. അപ്പൊ ശൈലാമ എന്തിയാ നമ്മുടെ മാലിക് എവിടെ? ജിമ്മില് പോയിരിക്കും. വയ്യ, കല്യാണമൊക്കെ അടുക്കാൻ രണ്ട് കൽപ്പിച്ചിട്ടാണിപ്പോ നോക്കിയിട്ട് ഒരു എന്തോ അവന്റെ ടൈം ആവുമ്പോ കറക്റ്റ് ആയിട്ട് കൊച്ചിനെ കൊണ്ടുവന്ന് ദൈവം ഇങ്ങനെ തരും കേട്ടോ. അമ്മ അതോർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. ഈ വീട് വെക്കാനും കല്യാണത്തിനൊക്കെ ഓരോ സമയം ഉണ്ടെന്ന് പറയുന്നില്ലേ, ആ സമയമാകുമ്പോ ഇങ്ങനെ വീട് വെക്കുന്നത് കല്യാണം. അത് അങ്ങനെ തന്നെ. അതുകൊണ്ട് ടെൻഷനേ വേണ്ട. അവന് ചേരുന്ന ഒരു പെങ്കൊച്ചിന് അത് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടോ. കല്യാണമൊക്കെ വരുമ്പോ നമ്മളൊക്കെ ക്ഷണിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കളി അടിക്കില്ല ശൈലമ? ശരി, സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റോപ്പ്. ഓക്കെ, ജികെ. ജികെ ഓക്കെ ഓക്കെ. അമ്മ ജികെ എന്നുള്ള ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അപ്പൊ നമുക്ക് ജികെ എന്നുള്ള ആദ്യത്തെ ചോദ്യം ഞങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ആദ്യമായി എയർമെയിൽ ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി എയർമെയിൽ ആരംഭിച്ച വർഷം 1908, 1922, 1911. ഓക്കെ, അന്ന് നമുക്ക് ലോക്ക് ചെയ്യാം. 1908 ആണ് അമ്മ പറഞ്ഞത്. അപ്പം ശൈലാമ്മ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലോക്ക് ചെയ്തേ? ഷജിക്ക് എന്താ തോന്നുന്നു? എനിക്ക് തോന്നുന്നു വേണ്ട, ഇനി പറയണ്ട. 11 അമ്മ. ഓപ്ഷൻ സി ആയിരുന്നു. ആ സാരമില്ല, എന്തായാലും മാലിക്കിനോട് നമ്മുടെ ജിം മാൻ തിരിച്ചു വന്നിട്ട് വിളിക്കാൻ പറ. ഓക്കെ ഓക്കെ അമ്മ, ബൈ ബൈ ബൈ. ഇനി എനിക്ക് ഒട്ടും കേൾക്കണില്ല. എന്റെ ഇയർഫോൺ ബ്രേക്ക് എടുക്കണോ? കോൾ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഹലോ 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 ഹലോ, പറയൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇത് എൽവിൻ അല്ലേ? ഹലോ. ആ സൗണ്ട് മാറ്റി വിളിക്കാൻ നോക്കിയാ. ഇവനെ ബാൻ ചെയ്യണം കേട്ടോ. സൗണ്ട് ഒക്കെ മാറ്റി പറ്റിക്കുന്നു. അല്ല, നിങ്ങൾക്ക് മമ്മൂട്ടിയുടെയും മറ്റേ ബിജുമാനന്റെ ഒക്കെ ബർത്ത്ഡല്ലോ. അത് എന്താന്നറിയോ, എൽവിൻ വിളിക്കുമ്പോഴേ ഞങ്ങൾ വിഷയത്തുള്ളൂ. ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, മനസ്സിലായില്ലേ? ഹലോ, പിണങ്ങി പോയോ? ഹലോ ഹലോ. കേക്കുന്നോ? ഓളിട്ടേലൊക്കെ പോയി, ഒന്നും കേട്ടില്ല. ഞങ്ങള് പറയായിരുന്നു, ഞങ്ങൾ എൽവിൻ വിളിക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം എൽവിന്റെ ബർത്ത്ഡേയുടെ ഒരു വിഷയം കൂടെ നമുക്ക് സ്പെഷ്യൽ കോളറായ എൽവിൻ, പിന്നീട് ഞങ്ങളുടെ സുഹൃത്തായി മാറിയ എൽവിൻ. അതെ, എൽവിന് ഞങ്ങളുടെ ഈ കഴിഞ്ഞ മാസമല്ലേ, കഴിഞ്ഞ മാസം ജനിച്ചിട്ട് 50 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന, ഹാഫ് സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ എൽവിന് ഞങ്ങൾ വിഷ് പറയണം അല്ലേ? വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ എൽവിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ എൽവിൻ. എൽവിനും നമ്മുടെ, കാരണം അന്നത്തെ ദിവസം നമ്മൾ ഷോ ചെയ്യാനില്ലായിരുന്നു. അതെ, അന്നൊരു തിങ്കളാഴ്ച ദിവസം. അന്ന് ക്യാൻസൽ ആയി അല്ലേ ഷോ, വേറെ എന്തോ സം റീസൺ കാരണം. അതെ, ഓക്കെ. എന്തായാലും എൽവിൻ എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. ആ സംസാരത്തിൽ ഒരു ഊർജ്ജമില്ലല്ലോ, എൽവിന്റെ ആ ഒരു എനർജി കാണുന്നില്ല. എന്തുപറ്റി? എന്തോ പിണക്കമുള്ളവരുണ്ട് കേട്ടോ. നിന്നോട് മിണ്ടൂല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ. എന്താ? ഇല്ലില്ല, കണക്കൊന്നുമില്ല, പറയും. അല്ല, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു അത് പറ. ജോലി കുഴപ്പമില്ല, പോകുന്നു. അവിടെ സെറ്റിൽ ആയോ? മോനെന്തു പറയുന്നു? അവന് സുഖം, അവനവിടെ അടിച്ചു പൊളിക്കുന്നു. ഓണത്തിന്റെ ആഘോഷമൊക്കെ തുടങ്ങിയോ? എന്താഘോഷം, അവിടെ എന്നും പൂക്കളടാറുണ്ട്. എന്താ വീട്ടില്? അവന്റെ വീട്ടില് പൂക്കളടാറുണ്ട്. അബുദാബിയിൽ എന്തൊക്കെയാണ് ആഘോഷം അത് പറ. ഇവിടെ ഒന്നുമില്ല. ഞങ്ങള് ദുബായ്ക്കാരാണോ അബുദാബിക്കാരാണോ ഓണം ആഘോഷത്തിന് മുന്നിൽ എന്ന് നാട്ടുകാരെ അറിയിക്കണ്ടേ? എന്തൊക്കെയാണ് നിങ്ങളുടെ അബുദാബിയിൽ പറഞ്ഞേ?
ഇവിടെ ഞാൻ ചിലപ്പോ ഒറ്റയ്ക്കിരുന്ന് വള്ളം കളിക്കിട്ട് വള്ളം കളിച്ചോ, വെള്ളം കളിക്കാതിരുന്നാ മതി കേട്ടോ. അവൻ എന്താണ് ഉദ്ദേശിച്ചത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഓക്കെ, എന്തായാലും ഞാൻ വരുന്നുണ്ടോ? ആ ബർത്ത്ഡേ പാർട്ടി പെൻഡിങ് ആണ് കേട്ടോ. അതെ, സിനിമ കണ്ടോ പുതിയത്? വിജയുടെ പടം കണ്ടോ? ഗോട്ട് കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? എനിക്ക് എന്താ വിജയ് ഇഷ്ടമല്ല, എന്നാലും ഞാൻ പോയി കാണും. എന്ത് അതിങ്ങനെ കണ്ട് ചിരിക്കാൻ. ഞാനും കണ്ടു പക്ഷെ എന്റെ അമ്മേ വേണ്ടായിരുന്നു. നമ്മുടെ നെറ്റ്ഫ്ലിക്സില് അഡിയോസ് ആമിഗോ കണ്ടു. എങ്ങനെയുണ്ട്? നല്ല പടം. അത് ഞാൻ കണ്ടു, നല്ല പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പടം. ആക്ച്വലി അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മുടെ സുരാജ് ഏട്ടന്റെ ഒരു ഇമോഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു നിസ്സഹായാവസ്ഥയില്ലേ. ഇൻക്രെഡിബിൾ ആക്ടറാണ്, ഒരു സംശയമില്ലല്ലേ. അല്ല, അതിൽ തന്നെ ഞാൻ പറയുന്നത് ഒരു ആ ഷാബി ലുക്ക് ഒക്കെ ആയിട്ട് ശരിക്കും ഒരു സാധാരണക്കാരനുള്ള പോലെ എന്ത്. അതുപോലെ തന്നെ ആസിഫ് അലിയും ആ ഒരു റോളില് ആള് ആസിഫിന്റെ പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ലല്ലോ അല്ലേ, കുറച്ചൊരു കഷണ്ടൊക്കെ ആക്കിയിട്ട്. അതെ അതെ, എസെൻട്രിക് ക്യാരക്ടർ. പിന്നെ എനിക്ക് ഈ ഇട കണ്ടതിൽ വെച്ചിട്ട് എൽവിൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണെന്നറിയോ? ഏതാണ്? വാഴ. വാഴ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സൂപ്പർ പടം. നെറ്റ്ഫ്ലിക്സിലുണ്ടോ? നോണക്കുഴി ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് നോണക്കുഴിയെക്കാട്ടും ഇഷ്ടപ്പെട്ടത് വാഴയാണ്. വാഴ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ ചിരിക്കാനുണ്ടായിരുന്നു. അല്ലാതെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഞാൻ പൊട്ടി ചിരിച്ചത് എന്തായാലും കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നുകൂടി ഞാൻ വാഴ പോയി കണ്ടാലും എനിക്ക് ഒരു നഷ്ടമില്ല. ഗോട്ട് കാണാൻ പോയപ്പോ വാഴയെങ്കിലും ഒന്നുകൂടെ കാണാൻ പോയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി. എന്താ സിനിമ ഇല്ലേ? ഞാൻ കണ്ടില്ലെന്നേ, കൊറേ ആയി സിനിമ കണ്ടിട്ട്. പോണം. ബിസി ലൈഫ് മാം, വാട്ട് ടു ഡു. ഇതിന്റെ ഇടയ്ക്കാണ് ഞാൻ കാണാൻ പോകുന്നത്, മനസ്സിലായില്ലേ? നിനക്ക് 2 ദിവസം വീക്കെൻഡ് ഇല്ലേ? മിണ്ടിപ്പോരുത്. ശനിയാഴ്ച ഞായറാഴ്ച 2 ദിവസം ലീവ് ഇല്ല നിനക്ക്? ലീവ് ഉണ്ടെങ്കിലും എനിക്ക് എന്തൊക്കെ ഒറ്റ ഒരു ദിവസമാണ് ലീവ്. എന്നെ രാത്രിയിലാണ് സിനിമ കാണാൻ കൊണ്ടുവന്നത്. ഞാൻ എന്റെ റോൺഷൻ പറയാം, എപ്പോഴും എന്റെ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യം, ഈ പെണ്ണ് എവിടെയെങ്കിലും ഒരു അവിടെ ഇരിക്കും, എണ്ണിക്കിടി സിനിമ കാണാൻ. എന്നിട്ട് വെളുപ്പിന് വരെ സിനിമ കണ്ട് തിരിച്ചു വന്നിട്ട് രാവിലെ പോത്തുപോലെയാണെന്ന് ഉറങ്ങണം. എനിവേസ് നൈസ്. നമുക്ക് കളിച്ചാലോ? കാരണം നല്ല ഇപ്രാവശ്യം നല്ല സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, സെറ്റും ഉണ്ട്. പക്ഷെ എനിക്ക് എൽവിൻ സെറ്റ് മുണ്ടിട്ട് കാണാൻ കൊതിയാവുന്നടാ, കൊതിയാവുന്നത്. ഉടുക്കണം, അതാണ് നമ്മൾ. നമുക്ക് തുടങ്ങിയല്ലോ. സ്റ്റാർട്ട് പറഞ്ഞോ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ സ്റ്റാർട്ടും പറഞ്ഞു, സ്റ്റോപ്പും പറഞ്ഞു. And the topic is your choice. Your choice. It's your choice, Elvin. You can pick the topic. Come on. ഏത് വേണം? സെറ്റുമുണ്ട്. ആ ടോപ്പിക് തൽക്കാലം ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അല്ലേ? ഓക്കെ, ടഫ് എടുത്തോ. ടഫ് പൊളിറ്റിക്സ്. ആ ശരി, എല്ലാം അറിയോ എന്ന എന്തെങ്കിലും അറിയോ? അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഓക്കെ, എന്നാൽ പൊളിറ്റിക്സ് എടുത്തിരിക്കുകയാണ് നമ്മുടെ ധൈര്യവാനായ മിസ്റ്റർ എൽവിൻ. ഓക്കെ, പൊളിറ്റിക്സിലെ ചോദ്യം ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഓക്കെ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി. പറഞ്ഞോ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നിനക്കറിയോ? ഇല്ല, നമുക്കെന്തും പറയാം. ഇത്രയും ഈസി ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ പെട്ടെന്ന് പറ. ഉത്തർപ്രദേശ്. ആ പറഞ്ഞ ഉത്തർ ശരിയാണോ തെറ്റാണോ എന്ന് പറയൂ പെനി. അതിപ്പോ ഞാൻ പറയും. എനിക്കൊരു ഡൗട്ട് ഉണ്ടടാ, ചിലപ്പോ ഡൽഹി ആവാനാണ് ചാൻസ്. ആണല്ലേ? ഞാൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് നോക്കിയാലോ? ആണോ? അല്ല, എന്ന് ഞാൻ പറയുന്നു സത്യമാണെന്നില്ലല്ലോ. ഇതെന്താ ഒരു ആൻസർ കാണിക്കത്തെ? കമോൺ മാൻ. അല്ല, അത് നീ പറയണം. എന്താ നമ്മള് എൽവിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഉത്തർപ്രദേശ് കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അച്ഛനല്ല, ഞാൻ ശരിയാവൂ. അച്ഛൻ ഗർമേന. അങ്ങനെ ഞാൻ എന്നെക്കറിയാം, അച്ഛാന്ന് വിളിച്ചു. പോട്ടെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ?
ശ്രീകൃഷ്ണപുരത്തും ചക്രത്തിളക്കത്തിലെ ഹിന്ദി എന്ന് പറയുമ്പോ അച്ഛ എന്ന് പറയില്ലേ മനസ്സിലായി. ഓക്കെ എടാ, അത് നീ അവിടെ അച്ഛ പറഞ്ഞപ്പോ ഇവൾ ഇവിടെ ട്രോൾ ചെയ്താണ്. ഞാൻ അച്ഛനല്ല ഷെജിയാണെന്ന് മനസ്സിലായില്ലേ? ആ ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞോ. Okay, and the next topic is JK. Okay, അപ്പോൾ all the best. നിന്റെ ജനറൽ നോളജ് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ ആഭ്യന്തര വിമാന സർവീസ് ഏതാണ്? മഹാരാഷ്ട്ര ഡൽഹി. മഹാരാഷ്ട്ര ഡൽഹി, പഞ്ചാബ് ഡൽഹി, കറാച്ചി ഡൽഹി. മനസ്സിലായോ? എല്ലാം ഡൽഹി ഉണ്ട്. മഹാരാഷ്ട്ര ഡൽഹി, പഞ്ചാബ് ഡൽഹി, കറാച്ചി ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി പെട്ടെന്ന് പറ, ടൈം ഔട്ടായി. മഹാരാഷ്ട്ര ഡൽഹി. മഹാരാഷ്ട്ര ഡൽഹി. മഹാരാഷ്ട്ര ഡൽഹി. ഇന്ത്യയിൽ തെറ്റിപ്പോയി മകനെ, തെറ്റിപ്പോയി. കറാച്ചി ഡൽഹി ആയിരുന്നു ആ ഹിസ്റ്റോറിക്കൽ മൊമെന്റ്. ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ ആഭ്യന്തര വിമാന സർവീസ്. കേട്ടോ? ഓക്കെ എൽവിൻ, അപ്പൊ അഡ്വാൻസ് ഹാപ്പി ഓണം. ബൈ ബൈ, സീ യു സൂൺ. ഓക്കെ, ഹലോ ഹലോ ഹലോ, ആരാണ്? ഹലോ, ആരാ സംസാരിക്കുന്നത്? ഫൈസ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം ഫൈസ? സുഖം സുന്ദരം. എനിക്ക് വയ്യ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സുഖം സുന്ദരം. സുന്ദരിയായ ഫൈസ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഷാർജ. ഫൈസ നമ്മളെ മുന്നേ വിളിച്ചിട്ടില്ലേ? വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോ നാട്ടിലായതുകൊണ്ട് വലിയൊരു ഗ്യാപ്പ്. ഇടയ്ക്ക് വന്നു പോയി നിൽക്കാണ്. നാട്ടിൽ എവിടെയായിരുന്നു? ഷാർജ. നാട്ടില് തൃശ്ശൂര്. ഷാർജയല്ലേ, തൃശ്ശൂരെന്ന്. ഫൈസ എന്താ ചെയ്യണേ? ഞാൻ ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? എങ്ങനെ പോകുന്നു? തൃശ്ശൂര് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എവിടെയാ പഠിക്കുന്നത്? ഞാൻ ക്രൈസ്റ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫൈസയുടെ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടാവും. എനിക്ക് കോളേജ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. ഓക്കെ, ഉപ്പാനായിട്ട് അധികം നല്ലോണം സംസാരിക്കാറുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായത്. അതെ, നമ്മുടെ എന്തായിരുന്നു ഉപ്പയുടെ പേര്? ഞാൻ മറന്നുപോയി. ഇക്ബാൽ. നമ്മുടെ അലൈനിലുള്ള ഇക്ബാലിന്റെ ബ്രദറിന്റെ പേരെന്തായിരുന്നു? ഇസ്മായിലിക്കയുടെ ബ്രദർ ഷാർജയുടെ ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞില്ല? അതെ അതെ. എങ്ങനെ പോകുന്നു നാട്ടില് പഠിത്തമൊക്കെ? ക്രൈസ്റ്റിലെ പഠിത്തം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു, കഴിയാനായി. എന്നിട്ട് എന്താ പ്ലാൻ? ഇനിയും പഠിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഓക്കെ, എല്ലാ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. എന്തുണ്ട് വിശേഷം? ഇപ്രാവശ്യം ഓണം എവിടെയാ? ഷാർജയിലാണോ അതോ തൃശ്ശൂരിലാണോ? ഷാർജയിലാണ്. അടിപൊളി. അപ്പൊ എന്തായാലും ഫാമിലി ആയിട്ട് ഓണം ആഘോഷിക്കും. ഇപ്പൊ എന്താ അവധിയാണോ? ഒരാഴ്ച ലീവ് എടുത്തു, ഒരാഴ്ച വെക്കേഷൻ ഉണ്ട്. ഓണത്തിനുള്ള സാരി ഒക്കെ എടുത്തോ? ഡ്രസ്സൊക്കെ എടുത്തോ? ഇല്ലല്ലോ. എന്നാ ഞങ്ങൾ അതിനുള്ള ഒരു ഭാഗ്യം തരാണ്. നമ്മുടെ സൈറാസ് ഫാഷൻ അവർ 20ാം വർഷം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ലക്കി വിന്നറിന് തരാൻ പോകുന്ന നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഒരു സെറ്റും ഉണ്ടാണ്. അതെ, ഇന്ന് ഫൈസയ്ക്ക് ജയിക്കാൻ പറ്റട്ടെ, ജയിക്കാൻ ആൾക്ക് തന്നെ കിട്ടട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് പറഞ്ഞു. ഞാൻ ചിലപ്പോ എന്തെങ്കിലും ചോദിക്കുമ്പോ ഞാൻ വേറെ എന്തെങ്കിലും ഉത്തരൊക്കെ പറയും. സ്റ്റോപ്പ് ഇല്ലേ, അവൻ കറങ്ങി കറങ്ങി തലയിടിച്ച് വീഴും. ഫൈസ സ്റ്റോപ്പ് പറ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ടിവി മ്യൂട്ട് ചെയ്തോ. ടോപ്പിക് എന്താണ്? മൂവി. അടിപൊളി ഫൈസ, ഓൾ ദി ബെസ്റ്റ്. മൂവീസ് ആണ് ഫസ്റ്റ് ടോപ്പിക് കേട്ടോ. ഓക്കെ, ചോദ്യം വരട്ടെ. ഓക്കെ, കേൽസ് ഫിലിം ഫെസ്റ്റിവൽ ഗോൾഡൻ ക്യാമറ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? കേട്ടോ, കാൻസ് ആണ്. കാൻസ് ഫിലിം ഫെസ്റ്റിവലില് ഗോൾഡൻ ക്യാമറ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? കനകസിംഹാസനം, മരണസിംഹാസനം, സിംഹാസനം. ഇതൊക്കെ എന്തോന്ന്? കമലസിംഹാസനം, മരണസിംഹാസനം, സിംഹാസനം. ഏതാണ് ഉത്തരവേ പറയൂ. ഒരു ക്ലൂ അറിയാം. ഒരു സിംഹാസനാണ്, അതാണ് ക്ലൂ. അതെങ്ങനെയാ? ഒരു സിംഹാസനാണല്ലോ. നമുക്ക് മരണസിംഹാസനം വേണ്ട, ഞങ്ങൾക്ക് കനകസിംഹാസനം മതി. ഇരിക്കട്ടെ.
അപ്പൊ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ ഇന്ന് എനിക്ക് എല്ലാം പൊട്ടത്തെറ്റാണ്. മരണസിംഹാസനായിരുന്നു. അതറിയാം. കനകസിംഹാസനത്തിലല്ലേ ഉർവശിയും നമ്മുടെ കനകയല്ലേ? അല്ല കനകസിംഹാസനം ജയറാമേട്ടനും. ആൻസർ തെറ്റിപ്പോയി ഫൈസ. ബട്ട് നോ പ്രോബ്ലം. ഒന്നെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കാം, പേര് മാറ്റിട്ട് നമ്മുടെ തിലക ചേട്ടൻ പറഞ്ഞാൽ ഹലോ ഞാൻ ഫൈസ അല്ല, ഞാൻ ഫൈസയുടെ സിസ്റ്റർ ഷൈസ അങ്ങനെ പറഞ്ഞ് വിളിക്കുക. അതല്ലെങ്കിൽ നാളെ വിളിക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം എന്തായാലും ഗിഫ്റ്റ് ഇട്ടിട്ട്. ഓക്കെ ഫൈസ, അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. ബൈ ബൈ. ബൈ. ഞാൻ ഭയങ്കര ചൊറിച്ചല്ലേ? ആണ് നിനക്ക് പണ്ടേ അതുണ്ടല്ലോ, ചൊറിച്ചിരി കൂടുതൽ. അതെനിക്കും തോന്നി. അതെ, നിങ്ങള് കണ്ടിങ്ങനെ മിഴിച്ച് നോക്കാതെ നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കും മൈ ഡാർലിങ്സ് അല്ലേ? പെട്ടെന്ന് വിളിക്കുക. അടിപൊളി സെറ്റ് ഉണ്ട്, നിങ്ങളെ വെയിറ്റ് ചെയ്യാം. അടുത്ത കോള് കണക്ട് ആവുക. ഷെജിയുടെ വിളി ആരോ കേട്ടു. ഹായ്, ആരാത്? ഹലോ. മാലിക്. ജിമ്മിലൊക്കെ പോയി വന്നാ? പ്രോട്ടീൻ ഡ്രിങ്ക് ഒക്കെ കുടിച്ചാ? കുടിച്ചു. മസിലൊക്കെ വന്നോ മാലിക്? വന്നോണ്ടിരിക്കുന്നു. എനിക്ക് വയ്യ. അങ്ങോട്ട് പോരട്ടെ. അല്ല, എന്നിട്ട് വേണം പ്രൊഫൈൽ പിക് ഒക്കെ മാറ്റാനല്ലേ? ഇത് മാലിക്കിന്റെ പ്രൊഫൈൽ പിക്ചർ നമ്മുടെ ഇന്നസെർട്ടൻ സിനിമയിലുള്ള പോലെ ബോഡി ഷോ അടുത്ത് ഇങ്ങനെ ഇരിക്കും. മാലിക് അടുത്തതായി മാലിക്കിന്റെ ബോഡി ഷോ. മാലിക് ഉമ്മ കാര്യമായിട്ട് പെണ്ണ് നോക്കുന്നുണ്ട്. അപ്പൊ പെണ്ണ് കാണാൻ പോകുമ്പോ അവിടെ വന്നിട്ട് ബോഡി ഷോ ഒന്നും ബോഡി ഷോ. അങ്ങനെ ബോഡി ഷോ നടത്തുമ്പം നമുക്ക് ഒരുമിച്ച് നടത്താം. ആ വീടിനടുത്ത് ആഭാസം അല്ലേ? എന്തൊക്കെ ആഭാസങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത്? അമ്മയില്ലേ അടുത്ത്? മാലിക പറഞ്ഞേട്ടോ, ഞാനും ഷജീലേ കൂടി. എനിക്ക് മസിലില്ലടാ, മസിലുള്ളവരല്ലേ കളിക്കണ്ടേ? ഞാൻ സ്ലിം ബ്യൂട്ടി അല്ലടാ. എടാ നീ വേറെ, ഞാൻ വളരുന്ന സ്ലിം ബ്യൂട്ടി, അതായത് സ്ലിം ആയിക്കൊണ്ട് വരികയാണ്. മാലിക നീ വേറെ ഒന്നും പറഞ്ഞു നീ അവളെ വേദനിപ്പിക്കരുത് കേട്ടോ. നീ ഇനി വേറെ ഒന്നും പറഞ്ഞ് അവളെ വേദനിപ്പിക്കരുത്. കാരണം അവള് ചെറിയ കുട്ടിയാണ്. നമുക്ക് ആ ഭാഗം കീന്ന് കട്ട് ചെയ്യാൻ പറ്റും, റിവേഴ്സ് എടുത്തിട്ട് പറ്റില്ലല്ലേ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് കളിയിലോട്ട് പോലെ. അത് അതവിടെ. മാലിക് നീ എന്താ കഴിച്ചിരുന്നത്? നിനക്ക് എന്താ പ്രോട്ടീൻ മാത്രമാണോ? രാത്രിയിൽ ഒന്നും കഴിക്കത്തില്ല? എന്താണ് ഇന്ന് കഴിക്കുന്നത്? 2 ഗ്ലാസ് പാല്, 1 മുട്ട. അതാണോ? അല്ല, അത് ജിമ്മിൽ പോകുന്നതിന് മുമ്പ്. അപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്യാട്ടോ. ജിം സ്റ്റോപ്പ് ചെയ്യണ്ട, അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അത് പോട്ടെ. വിജയുടെ പടം കണ്ടോ? ഗോട്ട് കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവന്റെ എപ്പോഴും ഉള്ളൊരു ഡയലോഗാണ്, കുഴപ്പമില്ല. ഓക്കെ ശരി. കണ്ടോ? ഞാൻ കണ്ടു. എന്താണ് അഭിപ്രായം? എനിക്ക് ആക്ച്വലി ഞാൻ പറയട്ടെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്ക് അതിനകത്ത് അവൻ തന്നെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി. മകനായിട്ടൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ എടുക്കായിരുന്നു. കാരണം ഇമോഷൻസ് ഒക്കെ വരുമ്പോ ബാക്കിൽ നിന്ന് എല്ലാരും ചിരിക്കും. അപ്പൊ എനിക്ക് ഇമോഷൻ കരയണോ ഞാൻ ചിരിക്കണോ എന്ന് വല്ലാത്തൊരു അവസ്ഥയിലായി പോയി ഞാൻ. അതാണ് എന്റെ അവസ്ഥ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. മുമ്പും വിജയ് വില്ലനായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതുണ്ട്, പക്ഷെ ഇത് വിജയുടെ സ്വന്തം ആളാണ്. അല്ല, എനിക്ക് വിജയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിജയുടെ എല്ലാ മൂവീസും കാണുന്നതാണ്. വിജയുടെ മൂവി ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ വിജയുടെ എല്ലാ പടവും കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോ വിജയ് ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് ഞാൻ തിയേറ്ററിൽ പോയി ആ പടം കണ്ടത്. അപ്പൊ അതില് എനിക്ക് പല ഇത് ഇഷ്ടപ്പെട്ടു അതില്. പക്ഷെ അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ആ മൂവി നല്ലൊരു മൂവി ആയിരുന്നു. പക്ഷെ അത് എന്താണ്, പടം കണ്ടിട്ടുള്ള പെനീനയ്ക്ക് അറിയാലോ എന്തായിരിക്കും മനസ്സിലായി. കണക്ഷൻസ് ആയിരിക്കും. അതെ, അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊണ്ട് നിർത്തിയേക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കഥ പറഞ്ഞ കൊളാക്കണ്ട. എന്നെ പോലത്തെ സിനിമ കാണാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും മാലിക് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാ ചക്രം തിരിച്ചോളൂ മകനെ. കമോൺ, സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റാർട്ട്. അവനൊരു എനർജി കേട്ടോ. സ്റ്റോപ്പ് പറഞ്ഞോ? സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ. ഏതിലാണ്? മ്യൂസിക്. അടിപൊളി. മ്യൂസിക് കേൾക്കാൻ പറ്റുമോ? അത് നമ്മൾ വേറെ ടോപ്പിക്ക് മാറ്റണോ? ടോപ്പിക് മാറ്റിയാൽ നല്ലതായിരിക്കും. ശേഷം മ്യൂസിക് എനിക്ക് മിസ് ചെയ്യുന്നില്ലായിരുന്നു. കുറെ കാലം നമ്മൾ മ്യൂസിക് ടോപ്പിക്. GK എന്നുള്ള ചോദ്യം ചോദിക്കാം. ഓക്കെ ശരി. GK എന്നുള്ള ചോദ്യം. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മുടെ മാലിക്കിന് സമ്മാനം കിട്ടട്ടെ. ആ ബ്യൂട്ടിഫുൾ കസവിന്റെ സെറ്റും ഉണ്ട് നമുക്ക് മാലിക്കിന് കിട്ടാൻ പ്രാർത്ഥിക്കാം അല്ലെ? അതെ. ഓക്കെ, സോ
ന്യൂയോർക്ക് ഏത് സമുദ്രത്തിന്റെ തീരത്താണ്? അറബിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം. ഇതിൽ ഏത് സമുദ്രത്തിന്റെ തീരത്താണ് നമ്മുടെ ന്യൂയോർക്ക് ഇരിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്? പെട്ടെന്ന് പറഞ്ഞോളൂ. അറബിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ. പറഞ്ഞോളൂ. അറ്റ്ലാന്റിക്കോ? ഓക്കെ, അറ്റ്ലാന്റിക് നമുക്ക് ലോക്ക് ചെയ്യാം. ആ പറഞ്ഞ ആൻസർ ശരിയാണ്. വെൽ ഡൺ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റാർട്ട് പറഞ്ഞോ. എടാ സ്റ്റാർട്ട് പറഞ്ഞടാ. സ്റ്റോപ്പ് പറ. പിന്നെ കുറച്ച് മടി. ആ, ഏതാണ് ടോപ്പിക്? മൂവീസ് തരാവേ. മൂവീസ് എന്നുള്ള ചോദ്യം ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സന്ദർഭം എന്ന സിനിമയുടെ സംവിധായകൻ ആര്? കൊച്ചിൻ ഹനീഫ, ജോഷി, ഡെന്നിസ് ജോസഫ്. സന്ദർഭമാണോ നമ്മുടെ ജയറാമും ശ്രീനിവാസനും ഉള്ള പടമാണോ? അല്ല, അതല്ലേ, അത് സന്ദേശം. ആ, ശരിയാ. ഏതാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. ഏതാ? ഓപ്ഷൻ സി, ഡെന്നിസ് ജോസഫ്. ഓപ്ഷൻ സി. ആ ആൻസർ തെറ്റിപ്പോയി. സന്ദർഭം ജോഷിയുടെ പടമാണ് കേട്ടോ. മമ്മൂട്ടിയും സരിതയും കൂടെ അഭിനയിച്ച പടമാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ മാലിക്, നാളെ വിളിക്കുക, സമ്മാനം കിട്ടട്ടെ കേട്ടോ. ആരുമില്ല പിന്നെ. ഓക്കെ മാലിക്, അപ്പൊ ഹാപ്പി ഓണം അഡ്വാൻസ് കേട്ടോ. വേഗം പോയി പ്രോട്ടീൻ ഷേക്ക് കുടിക്കും. ഈ കുട്ടിയുടെ കാര്യം. ഓക്കെ, അപ്പൊ സമയം 8:18 ആയി. ഹലോ ഹലോ. ഓ, എന്നോട് ഹലോ പറഞ്ഞു വിചാരിച്ചു. ഹലോ ഹലോ ഹലോ. ആരാണ് സംസാരിക്കുന്നത്? സിനി. അതെ, സ്റ്റിനി എവിടുന്നാ വിളിക്കുന്നേ? ദുബായ് അല്ലാതെ. ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. സ്റ്റിനി മുമ്പ് വിളിച്ചിട്ടുണ്ടോ? കൊറേ മുമ്പ് വിളിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ വെറൈറ്റി പേരാണ്. സ്റ്റിനി നാട്ടിലെവിടെയാ? നാട്ടിലെ തിരുവല്ല, പത്തനംതിട്ട. തിരുവല്ല, പത്തനംതിട്ട. അറിയാം. അപ്പൊ സ്റ്റിനി, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? കൊറേ ആയല്ലോ വിളിച്ചിട്ട്. എവിടെ പോയിരുന്നു? നാട്ടിലൊക്കെ ഒന്ന് പോയി വന്നതിന്റെ ക്ഷീണം മാറി വരുന്നത്. എന്തോ എനിക്ക് ചെവി കേൾക്കണില്ലല്ലോ. എന്താടാ സ്റ്റിനി, എനിക്ക് കേൾക്കണില്ല. എന്താ മോളെ, ഒന്നുകൂടെ പറഞ്ഞേ. നാട്ടില് പോയേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ ക്ഷീണം മാറി വന്നതേ ഉള്ളെന്ന്. അത് ശരി. എങ്ങനെയുണ്ട് മഴയൊക്കെ നാട്ടില്? മഴ ഉണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. അങ്ങനെ ഒരുപാട് മഴയല്ല, എന്നാലും മഴയായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നല്ല ഇവിടുന്ന് പ്ലെയിനിൽ ഇറങ്ങുമ്പോ അതിനും സുഖമായിരുന്നില്ല. മൈക്രോവേവിൽ ഇറങ്ങിയ പോലെ. അത് എന്താന്നറിയാം, ഇപ്പൊ നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, കുറെ മഴയൊക്കെ കണ്ടിട്ട് അതിന്റെ അഹങ്കാരമാണ്. പക്ഷെ നമുക്കിവിടെ ചൂട് തീർന്നല്ലോ. ഒഫീഷ്യലി നമ്മുടെ മിസ്റ്റർ സുഹേൽ സ്റ്റാറിനെ നമ്മൾ കണ്ടു. എന്ത് കണ്ടാലും ഇപ്പോഴും ചൂടുണ്ട്. പക്ഷെ അത് കണ്ടാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കണം സമ്മർ തീർന്നു. മനുഷ്യ രാവിലേക്ക് ഇറങ്ങി. പക്ഷെ വ്യത്യാസമുണ്ട്. ഇല്ല സ്റ്റിനി, ചെറുതായിട്ട് ചൂട് കുറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് ചൂട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, പക്ഷെ എന്നാലും ഉണ്ട്. അത് പിന്നെ 1-2 മാസത്തിൽ അങ്ങോട്ട് തുടങ്ങല്ലേ. നമ്മുടെ ഗ്ലോബൽ വില്ലേജ് 2 മാസം വിന്റർ. പിന്നെ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ഇതാ പറയുന്നത്. നല്ല മാസമൊക്കെ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴാണ് നല്ല മാസങ്ങളൊക്കെ വരുന്നത്. തണുപ്പൊക്കെ വരും. ജനുവരിയാണ് യഥാർത്ഥ നല്ലത്. അല്ല, ഒക്ടോബർ ആണെന്ന്. സ്റ്റിനി എന്നാ ബർത്ത്ഡേ? സ്റ്റിനിയുടെ ജൂണിലെ വേണ്ട. ഓക്കെ സ്റ്റിനി, നമുക്ക് അപ്പൊ ഇന്ന് ഞങ്ങൾ തരാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സേരാസ് ഫാഷന്റെ 20ാമത്തെ വർഷം അവർ ആഘോഷിക്കുകയാണ്. അപ്പം അവരുടെ വക ഒരു സെറ്റും മുണ്ടുമാണ് നമ്മൾ വിന്നറിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എനിക്കത് സങ്കല്പിക്കാം. സ്റ്റിനി, സുന്ദരിയായ സ്റ്റിനി എന്നാൽ അടിപൊളി കസമുണ്ടൊക്കെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി ഞങ്ങളോട് പറയണം. യൂബിനെ ഞങ്ങൾക്ക് ഫോട്ടോ ഇട്ട് ടാഗ് ചെയ്യണം. ഓക്കെ, സമ്മാനം അടിച്ചിരിക്കട്ടെ. അപ്പൊ കഴിക്കാൻ സ്റ്റിനി, ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, നേരത്തെ അടുത്ത് വന്നില്ലേ? ഇനി നിങ്ങൾ അടുത്തോട്ട് വന്നാൽ കേട്ടുപിടിക്കണം. ഓക്കെ. സ്പോർട്സ് ആണ് കേട്ടോ. ഇന്ന് ഒരുവിധം ടോപ്പിക് എല്ലാം നമ്മൾ കവർ ചെയ്തു. പക്ഷെ ആരും വിന്നർ ഇല്ല. സ്റ്റിനി ഇന്ന് ജയിക്കട്ടെ. ഓക്കെ സ്റ്റിനി, ഐശ്വര്യമായിട്ട് ഉത്തരം പറയണം, ജയിക്കണം കേട്ടോ. ഓക്കെ, സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതാണ് ചോദ്യം നമുക്ക് നോക്കാം. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ജോഗിങ്ങിന് പോയിട്ട് ഡയറക്റ്റ് ഷോന് വന്നു കണ്ടു. ഷൂ ഒക്കെ. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി ഇന്ത്യ ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ വർഷം ഏതാണ്?
ഓക്കെ ഓക്കെ 1951, 1962, 1974. ക്ലൂ വർഷത്തിന് എങ്ങനെ ക്ലൂ തരും? ആദ്യമായിട്ട് ഇന്ത്യയിലെ ഫസ്റ്റ് ഫുട്ബോൾ സ്വർണ്ണ മെഡൽ നേടിയത് ആദ്യത്തെ സ്വർണ്ണ മെഡൽ. ഗസ് ചെയ്തോ ഏതെങ്കിലും ഗസ് ചെയ്യ്. ഏഷ്യൻ ഗെയിംസിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ നേടിയ ഫുട്ബോൾ ടൂർണമെന്റ്. കമോൺ. 1951. ഓക്കെ 1951 നമ്മൾ ലോക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും 1951 കറക്റ്റ് പോസ്റ്റിലോട്ടാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. വെൽ ഡൺ സ്റ്റെഫി. ഞാൻ സ്പോർട്സ് സ്പിരിറ്റിൽ സ്റ്റെഫി ഗ്രാഫ് എന്നൊക്കെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ ടിനി ജയിച്ചതിൽ ഇവിടെ ഷജിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ഇവളിപ്പോ ഗോൾ അടിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ വെച്ചിട്ട് ഇതാരാ ചേട്ടൻ പറഞ്ഞാലേ നമ്മളെ ഫുട്ബോൾ കളിക്കുന്നത് സ്റ്റെഫി ഗ്രാഫ്. എനിക്ക് ഓർമ്മ വന്നടാ. വിലണ്ടല്ലോ എടുത്ത് കിണച്ചിടാൻ ആരുമില്ല. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റിനി പോയി തോന്നട്ടെ എന്റെ ചളി കേട്ടിട്ട്. ഓക്കെ അപ്പൊ അടുത്ത സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ഓക്കെ ജി കെ ആണ് കേട്ടോ. ഓക്കെ അപ്പൊ ജി കെ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം. ഓക്കെ ഇതാ വരുന്നു. ഷജി ഐശ്വര്യോട് ചോദിച്ചോ. ഓക്കെ ഐശ്വര്യ ഞാൻ ഒറ്റയ്ക്ക് ചോദിക്കും. ബോൾഷെവിക് വിപ്ലവം. ഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? ബൊളീവിയ, പോളണ്ട്, റഷ്യ. ബൊളീവിയ, പോളണ്ട്, റഷ്യ. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടി പോരുത്. പക്ഷെ ആൻസർ അതാണെങ്കിൽ പറയണം. വേഗം പറഞ്ഞോ പെട്ടെന്ന്. റഷ്യ. ഈ വിപ്ലവം നടന്നിരിക്കുന്നത്, ഈ ഒരു റെവല്യൂഷൻ നടന്നിരിക്കുന്നത് റഷ്യയിൽ തന്നെയാണ്. ഒരേ ഒരു ചോദ്യം സ്റ്റിനി, ഇത് കറക്റ്റായി പറഞ്ഞോളൂ കേട്ടോ. സെറ്റ് മുണ്ടും സ്റ്റിനിയുടെ സ്വന്തം. എന്റെ ഇമാജിനേഷൻ സത്യമായി തീരട്ടെ അല്ലേ? അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റിനി മാത്രമാണ് ഇന്ന് വിന്നറെങ്കിൽ സ്റ്റിനിക്കായിരിക്കും. അതെ ഓക്കെ അപ്പൊ എന്തായാലും സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ നമ്മുടെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കമോൺ. സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. യുവർ ചോയ്സ്. സെലക്ട് ചെയ്തോ. യുവർ ചോയ്സ് ആണ്. സ്റ്റിനിക്ക് സെലക്ട് ചെയ്യാം. ഏത് ടോപ്പിക്കാ വേണ്ടേ? ഇമേജ്. ഓക്കെ ഇമേജ് എന്നുള്ള ഇന്ന് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട് ഒരുവിധം അല്ലേ? മ്യൂസിക് കവർ ചെയ്തിട്ടില്ല. മ്യൂസിക് എല്ലാവർക്കും അവിടെ കേൾക്കാൻ പറ്റില്ലെങ്കിലും ഈ പിക്ചറിൽ കാണുന്ന ആള് ജനിച്ച വർഷം ഏതാണെന്നാണ്. ആ ജനിച്ച ആൾ ആരാന്നൊന്നും ചോദിക്കാൻ പാടില്ല. കുറച്ചും കൂടെ ചെറുതായിട്ടിരുന്നെങ്കിൽ ഞാൻ കണ്ടേനെ. 1938, 1941, 1945. ആരാണോ വേഗം പറഞ്ഞോളൂ. ജനിച്ച വർഷം 1945. അദ്ദേഹത്തെ മനസ്സിലായോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് 1945 ഇത്ര കൃത്യമായി പറയാൻ പറ്റും? അല്ല കാരണം ഞാനിപ്പോ പറഞ്ഞുതരാം. അങ്ങനെ പേര് പറഞ്ഞു എടുക്കും സ്റ്റിനിക്ക്. അദ്ദേഹം ആരാണ്? നീയല്ലേ പറയണ്ട. നീയല്ലേ ചോദിച്ചാരാ? ഞാൻ നിന്നോട് ചോദിച്ചില്ലേ, പറയൂ അത് ആരാണ്? എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല ആരാന്ന്. ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞേനെ അല്ലേ? ആ പറഞ്ഞ ഉത്തരം ശരിയാണ്. പച്ച കത്തിക്കട. ആ പറഞ്ഞ ഉത്തരം ഇവര് മനഃപൂർവ്വം കാണിക്കാതെ നമുക്ക്. സ്റ്റിനിക്ക് എന്ത് തോന്നുന്നു സ്റ്റിനി? ശരിയാണ്. ഭാഗ്യ ചോദ്യാണ്. അതെ ഭാഗ്യം ഇല്ലാത്തോണ്ട് തെറ്റാവാൻ നല്ല. അയ്യോ കറക്റ്റ് ആണ് കേട്ടാ. തെറ്റിപ്പോയി. ആ നടുക്ക് നിൽക്കുന്നവനായിരുന്നു ഉത്തരം. 1941 ആയിരുന്നു കേട്ടോ. ജസ്റ്റ് മിസ്സായി പോയി സ്റ്റിനി. രണ്ട് ചോദ്യം ഉത്തരം. അത്രയും മുടിയൊക്കെ നരച്ചത് കണ്ടില്ലേ? ഇമേജ് ആയിരുന്നു അല്ലേ? ആ പോട്ടെ സാരമില്ല. സ്റ്റിനി എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. ബൈ ബൈ. സ്റ്റിനി എന്നെ വിളിക്കണം കേട്ടോ. എടാ എന്റെ ഇമാജിനേഷൻ അധൂര രേഖയാ. എങ്ങനെ സഹിക്കും? ഹലോ കോളോ. ഹലോ ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ? അംജിത. യെസ് അംജിത. എത്ര നാളെ സംസാരിച്ചിട്ട് എന്തൊക്കെയാ വിശേഷം? എവിടെയായിരുന്നു ഇത്രയും കാലം? ഞങ്ങളൊക്കെ മറന്നുപോയോ? അല്ല വിളിക്കാറൊന്നുമില്ല. കുറച്ചായി വിളിച്ചിട്ട്. എന്തായാലും ഇന്ന് വിളിച്ചല്ലോ, അതുകൊണ്ടൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കേട്ടോ. നല്ല അടിപൊളി ഒരു സെറ്റ് മുണ്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അംജിത ഇന്ന് ജയിച്ചാ കിട്ടുന്നത് ഒരു സെറ്റ് മുണ്ടുമാണ്. നമ്മുടെ സേരാസ് ഫാഷൻ കിട്ടുന്ന ഒരു സെറ്റ് മുണ്ടാണ്. അവരുടെ 20ാം വാർഷികം ആഘോഷിക്കുകയാണ് അവര്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു സെറ്റ് മുണ്ടാണ് ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോകുന്നത്. ലാസ്റ്റ് കോളറും കൂടിയാണ് അല്ലെ? സമയം കഴിയാറായില്ലേ? ലാസ്റ്റ് സപ്പറാണ്. അതും കഴിഞ്ഞിട്ട് വിട്ടോളാം.
അപ്പൊ സെറ്റ് മുണ്ട് ഉടുത്തിട്ടില്ലെന്ന് ഇതുവരെ. അപ്പൊ എന്തായാലും അംജിതയ്ക്ക് തന്നെ കിട്ടട്ടെ. ഓക്കെ, കർത്താവെ അംജിതയ്ക്ക് കിട്ടണം എന്റെ ദൈവമേ. ആമീൻ. Okay. അപ്പൊ അംജിത നമുക്ക് കളിക്കാം. സ്റ്റാർട്ട് വരണോ? സ്റ്റാർട്ടായി. ഇനി സ്റ്റോപ്പ് വരണോ? All right, and the topic is പൊളിറ്റിക്സ് ആണ് കേട്ടോ. ഏതാണ്? politics, രാഷ്ട്രീയം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഒക്കെ എടുത്തോ കേട്ടോ. Okay. പാർലമെന്റിന്റെ 2 സെഷനുകൾ തമ്മിലുള്ള പരമാവധി ഇടവേള ഏതാണ്? എന്താണ്? മനസ്സിലായോ? പാർലമെന്റിന്റെ 2 സെഷനുകളുടെ തമ്മിലുള്ള പരമാവധി ഇടവേള എത്രയാണ്? 9 മാസം, 3 മാസം, 6 മാസം? 6 months. Are you sure about it? ഇത്രയും കോൺഫിഡൻസ് കൊണ്ട് പറയാൻ കാരണം? പറഞ്ഞതാണ്. കറക്റ്റ് ആണ്. അമേസിംഗ്. ഇത്രയും കോൺഫിഡൻസ് പറയണം. ഞാൻ ഉപയോഗിക്കുന്നത് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ആണ്. അങ്ങനെയല്ലേ പറയണത്? എനിവേ ആൻസർ കറക്റ്റ് ആണ്. അംജിത സാരമില്ല, ഞാൻ ഇന്ന് മരുന്ന് കൊടുക്കാൻ മറന്നുപോയതാ. ഞാൻ അടുത്ത ചോദ്യത്തിൽ അവളെടുത്ത് കുടിച്ചു. അവളെ ഡോസ് കൂട്ടി ഡോക്ടർ. അപ്പൊ നമുക്ക് രണ്ടാമത് ജോഗിങ്ങിന് പോയിട്ട് വന്നോണ്ടേ ജോഗിങ് കൂടിയപ്പോ ഭ്രാന്തായി പോയി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അംജിത സ്റ്റാർട്ട് പറഞ്ഞോളൂ. എനിക്ക് വൈകി. ഇപ്പൊ നമ്മുടെ സെറ്റ് മുണ്ടിന്റെ പാക്കറ്റ് ഒക്കെ പൊട്ടിച്ചു. ഇനി അടുത്തോട്ട് വരണമെങ്കിൽ ഇത് കറക്റ്റ് പറയണം. സ്റ്റാർട്ട് പറഞ്ഞു, ഇനി സ്റ്റോപ്പ് പറ. ഓൾ റൈറ്റ്. വീണ്ടും ജി കെ ആണ് വന്നിരിക്കുന്നത്. ജി കെ ഒരു ഫ്രണ്ട് ആയിട്ടാണോ അതോ ശത്രു ആയിട്ടാണോ വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പൊ അറിയാം. അതെ. സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? ഓക്കെ, സ്പീക്കർ, ഗവർണർ, സുപ്രീം കോടതി. സംസ്ഥാന മന്ത്രിസഭ അല്ലെ? പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? സ്പീക്കർ, ബി ഗവർണർ. ഗവർണർ. ഓക്കെ, അംജിത പറഞ്ഞാ പിന്നെ ഞങ്ങൾ അത് ഓക്കെ ആക്കും. ഇപ്പൊ സെറ്റ് മുണ്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് വരെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ക്യാമറ കിടന്ന് ടിവിന്റെ മുമ്പിൽ കൂടെ വരാൻ പറ്റട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. സ്റ്റാർട്ട് പറഞ്ഞോ? മറന്നുപോയോ? സ്റ്റാർട്ട് പറഞ്ഞോ കേട്ടോ. ഓക്കെ, ജി കെ ആണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മാവേലി തമ്പ്രാനൊക്കെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോളൂ. ചോദിച്ചോ. മലയാള പത്രപ്രവർത്തനത്തിന് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി? ഒന്നുകൂടെ പറയൂ. മലയാള പത്രപ്രവർത്തനത്തിന് ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി? വൃത്താന്ത പത്രപ്രവർത്തനം, അടുത്തത് കാലിക പത്രപ്രവർത്തനം, അടുത്തത് ആധുനിക പത്രപ്രവർത്തനം. അങ്ങോട്ട് പറയാ. കറക്റ്റ്. വേഗം പറഞ്ഞോളൂ. ഈ കുട്ടിയുടെ സ്ഫുടത ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു. പാസ്സായിരിക്കുന്നു. ഏതാണ് ലോക്ക് ചെയ്യേണ്ടത്? അയ്യോ, ഒരു ക്ലൂ ഇല്ല. ഓക്കെ, അതായത് ഒരു ക്ലൂ എടുക്കുന്ന ഒരു വിന്നർ. എത്ര സന്തോഷം, എത്ര അവസാനത്തെ കോളർ ആൻഡ് യു ഡിഡ് ഇറ്റ്. ഇന്ന് വേറെ വിന്നേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ആ ലക്കി വിന്നർ ആരാണ്? നമ്മുടെ സ്വന്തം അംജിതയാണ്. അംജിത കുറച്ചു മുമ്പ് പറഞ്ഞു ഇതുവരെ സെറ്റ് മുണ്ട് ഉടുത്തിട്ടില്ലാന്ന്. ആ ഭാഗ്യത്തില് ഒരു പാട്ടാവാൻ പറ്റിയതിൽ ഞങ്ങളും സേറാസ് ഫാഷനും ഒരുപാട് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ അംജിതയ്ക്ക് കിട്ടാൻ പോകുന്നത് സേറാസ് ഫാഷന്റെ ഒരു സെറ്റ് മുണ്ടുമാണ്. ഓണക്കോടിയായിട്ട് തരാണ്. അവരുടെ 20ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. അവരുടെ ഷോപ്പ് ഉള്ളത് ആക്ച്വലി ഷേഖ് കോളനിയില് സൈസിലാണ് കേട്ടോ. സേറാസ് ഫാഷന്റെ വകയായിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ നാളെ ഇവിടെ വിളിക്കുക, അവരുടെ കോൺടാക്ട് നമ്പർ തരും. അപ്പൊ ഡയറക്റ്റ് അവരെ വിളിച്ച് ഗിഫ്റ്റ് എല്ലാം കൈയോടെ വാങ്ങി ഞങ്ങൾക്ക് പിക്ചർ അയച്ചു തരണം. ഞാനും ശരിയും വെയിറ്റ് ചെയ്യാം. അംജിത, ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ സേറാസ് ഫാഷൻ തരുന്ന ആ അടിപൊളി ബ്യൂട്ടിഫുൾ സെറ്റ് മുണ്ട് ഉടുത്ത് മുല്ലപ്പൊക്കെ ചൂടി നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ UBLയും ഞങ്ങൾ രണ്ടുപേരും ടാഗ് ചെയ്യണം. അതുപോലെ സേറാസ് ഫാഷനെയും UBL, ഷജീലയും ഇത്രയും പേരെ ടാഗ് ചെയ്തിട്ട് ഫോട്ടോ ഇടണം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. അവസാനം നമ്മള് ഓണക്കുടി ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്.
അപ്പൊ എന്തായാലും സെറാസ് ഫാഷനോട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഒരു കോളറിന് നമുക്ക് എന്തായാലും നല്ലൊരു ഗിഫ്റ്റ്, ഒരു സെറ്റ് മുണ്ടും കൊടുക്കാൻ സാധിച്ചത് ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അപ്പോ ഇന്ന് ഞങ്ങൾക്ക് പോകാനുള്ള സമയമല്ലേ ഷെജി? ഓക്കെ, അപ്പൊ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായാലും ബ്യൂട്ടിഫുൾ എൻഡിങ് ആയതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. അപ്പൊ നാളെയും മറ്റന്നാളും ഞങ്ങൾ ഇതുപോലെ വേറെ രണ്ടുപേര് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട്. അതെ, അപ്പൊ നിങ്ങൾ എല്ലാവരും വിളിക്കണം. ഞങ്ങൾ തിങ്കൾ ചൊവ്വ ബുധനാണ് ഞങ്ങളുടെ 3-in-1 ഉള്ളത്. നിങ്ങൾ എല്ലാവരും വിളിക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് പോകാനുള്ള സമയമായി. വിളിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നാളെ വിളിച്ച സമ്മാനങ്ങളൊക്കെ വാങ്ങും. അപ്പം നിങ്ങളുടെ ഓണാഘോഷങ്ങൾ നല്ല അങ്ങടെ ഗംഭീരമായിക്കോട്ടെ. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ഓണം ഞങ്ങളുടെ സൈഡ്. അപ്പൊ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ഇത് 4ാമത്തെ തവണയാണ് പറഞ്ഞ നമുക്ക് പോകാൻ സമയം. അതെ, അതെങ്ങനെ പറഞ്ഞ അവർ ചിലപ്പോ നിർത്താൻ സമയം 5ാമത്തെ തവണ എനിക്ക് പോകാൻ സമയമായി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി പോവാണ്, റിയൽ ആയിട്ട് പോവാണ്. അപ്പൊ ബൈ ഫ്രം പെനീന and a very good night from Shaji. Bye bye.